സ്വപ്നത്തിൽ നമ്മളിപ്പോൾ ഒരു കാര്യം സംഭവിക്കുകയും അത് അനുഭവിക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടും സങ്കടവും സന്തോഷവും എല്ലാം അപ്പം അനുഭവിക്കുകയും നമ്മൾ തിരികെ ഉണർന്നു വരുമ്പോൾ അത് നമുക്ക് ബാധിക്കാതാവുകയും ചെയ്യുന്നു. ഇനി സർപ്പങ്ങളെ ദേഹം മുഴുവൻ സർപ്പം ചുറ്റിയിരിക്കുന്നതായിട്ട് കാണാം. നല്ല സ്വപ്നമാണ്. പക്ഷെ ഇതൊക്കെ ഒരു ക്രൂരമായിട്ടല്ലേ നമ്മൾ പലപ്പോഴും സ്വപ്നത്തിൻ്റെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുമ്പം അതൊക്കെ നല്ല സ്വപ്നങ്ങളിലാണ്. മന്ത്രോപാസന രഹസ്യങ്ങളിൽ അതെല്ലാം നല്ല സ്വപ്നങ്ങളായിട്ടും മന്ത്രസിദ്ധി ഒന്നായിട്ടും കണക്കാക്കണം. അപ്പം സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു അശുഭകരമായ ഒരു സ്വപ്നത്തെ നമ്മളുടെ കാഴ്ചയിൽ അശുഭകരമായിട്ട് തോന്നിയാലും അതിൻ്റെ വ്യാഖ്യാനം ചെയ്തു വരുമ്പോൾ അത് ശുഭകരമായ സ്വപ്നമായിരിക്കും. നിങ്ങളോട് ഇരിക്കുകയാണെന്ന് വയ്ക്കുക. ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ഗുരുനാഥനോട് ഇരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരസ്പരം നോക്കിയാൽ മതി. നിങ്ങൾ പോലും മനസ്സിലാവാതെ കമ്മ്യൂണിക്കേഷൻ നടക്കും. ചില സ്വപ്നങ്ങൾ പഴയ കാലങ്ങളിലൊക്കെ സ്വപ്നങ്ങൾ നോക്കിയിട്ട് അതിന് ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സ്വപ്നങ്ങളും തന്ത്രശാസ്ത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. അതായത് നമുക്ക് മനുഷ്യന് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്നിങ്ങനെ അവസ്ഥകളുണ്ട്. അതായത് ജാഗ്രതയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെയാണ് സ്വപ്നത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. സ്വപ്നത്തിൽ നമ്മളിപ്പോൾ ഒരു കാര്യം സംഭവിക്കുകയും അത് അനുഭവിക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടും സങ്കടവും സന്തോഷവും എല്ലാം അപ്പം അനുഭവിക്കുകയും നമ്മൾ തിരികെ ഉണർന്നു വരുമ്പോൾ അത് നമുക്ക് ബാധിക്കാതാവുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് തുരീയാവസ്ഥയിൽ. തുരീയാവസ്ഥ എന്ന് പറഞ്ഞാൽ യോഗികളൊക്കെ വിഹരിക്കുന്ന അവസ്ഥയ്ക്കാണ് തുരീയം എന്ന് പറയുന്നത്. അവരുടെ അവസ്ഥയിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തിയും ഒന്നും അവർക്ക് ബാധകമല്ല. അത്തരത്തിൽ നമുക്ക് വരേണ്ട ചില യോഗങ്ങളെ ഇപ്പം അവനവൻ മരിക്കുന്നതായിട്ട് കാണുക. എല്ലാവരും പറയുമ്പോൾ ഭീകരമായ സ്വപ്നമായിപ്പോയി. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ അവനവൻ്റെ ഒരു മരണയോഗത്തെ ഒഴിവായി പോകുന്നതാണ്. അതായത് ജാഗ്രതയിൽ സംഭവിക്കേണ്ട ഒന്ന് സ്വപ്നത്തിൽ സംഭവിച്ചാൽ മതി. അത് ജാഗ്രതയിൽ സംഭവിച്ച പോലെ തന്നെ അനുഭവമായിട്ട് തന്നെ കണക്കാക്കും. അത്തരത്തിൽ അശുഭകരമായ സ്വപ്നങ്ങൾ പലതും വന്നു പോകുന്നത് ശരിക്കും ജീവിതത്തിൽ അത് നടക്കേണ്ടത് ഒഴിവായി പോകുന്നതാണ്. അത് മനസ്സിലാക്കണം ആദ്യമേ. പിന്നെ ഈ മന്ത്രോപാസന രഹസ്യത്തിൽ സ്വപ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. ചില സ്വപ്നങ്ങൾ കണ്ടാലും മന്ത്രസിദ്ധി ഒന്നായിട്ട് കണക്കാക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗരുഡൻ്റെ മുകളിൽ കയറി പറന്നു പോവുക. നമ്മുടെ അവതാർ സിനിമയിലൊക്കെ കാണുന്ന പോലെ പറക്കുക, അത് നല്ല സ്വപ്നമാണ്. എന്നാൽ ഗരുഡൻ വന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക, അത് ശുഭകരമല്ല. കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡൻ ഇരിക്കുന്നതായിട്ട് കാണുക, നല്ലതല്ല. എന്നാൽ വട്ടമായിട്ട് പറക്കുന്നതായിട്ട് സ്വപ്നം കാണുക, നല്ലതാണ്. ഇത് ഗരുഡനുമായി ബന്ധപ്പെട്ട്. ഇനി സർപ്പങ്ങളെ ദേഹം മുഴുവൻ സർപ്പം ചുറ്റിയിരിക്കുന്നതായിട്ട് കാണുക, നല്ല സ്വപ്നമാണ്. നല്ല സ്വപ്നമായിട്ടാണ് കൂട്ടുന്നത്. അവനവൻ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നതായിട്ട് കാണുക, നല്ല സ്വപ്നമാണ്. പക്ഷെ ഇതൊക്കെ ഒരു ക്രൂരമായിട്ടല്ലേ നമ്മൾ പലപ്പോഴും സ്വപ്നത്തിൻ്റെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുമ്പം അതൊക്കെ നല്ല സ്വപ്നങ്ങളിലാണ്. മന്ത്രോപാസന രഹസ്യങ്ങളിൽ അതെല്ലാം നല്ല സ്വപ്നങ്ങളായിട്ടും മന്ത്രസിദ്ധി ഒന്നായിട്ടും കണക്കാക്കണമെന്നാണ്. മറ്റതിലെന്തോ കുഴപ്പമുണ്ടെന്നാണ്. മറ്റു സ്വപ്നങ്ങൾ പറയുമ്പോൾ അതിനകത്ത് എന്തോ അശുഭകരമായ സ്വപ്നങ്ങൾ കാണും. പക്ഷെ അശുഭകരമായ സ്വപ്നങ്ങൾ കണ്ടാലും ഭയപ്പെടാതെ നമ്മൾ ആ മന്ത്രത്തെ കൂടുതൽ ഉപാസിച്ചാൽ മതി എന്നാണ്. ഈ മന്ത്രസിദ്ധിയും സ്വപ്നങ്ങളും തമ്മിൽ എങ്ങനെയാണ്? അതായത് ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഇന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിന് മന്ത്രസിദ്ധി കിട്ടി എന്നാണ് അർത്ഥം. അപ്പം ഗരുഡനാണെങ്കിലും സർപ്പമാണെങ്കിലും ഇതും മന്ത്രങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നോക്കൂ, നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഈ കുറേ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് മനുഷ്യരെ മനസ്സിലാക്കിയിട്ട് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയിരിക്കുന്നതാവാനാണ് 99% സാധ്യതയുള്ളൂ. വെറുതെ എഴുതി വയ്ക്കാൻ വകുപ്പില്ല. അപ്പം ഇതുവരെയുള്ള അനുഭവത്തിൽ ഇത് കാണുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത്. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പഠിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് ശരിയാണെന്ന് തന്നെ. സത്യത്തിൽ നമ്മൾ സ്വപ്നം കണ്ടതിന് ശേഷം ഇത് പരിശോധിക്കുക പതിവ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങളെന്ന്. എന്നിട്ടാണ് നമ്മൾ അടുത്ത തീരുമാനം എടുക്കുന്നത്. ഇത്തരത്തിൽ ഭീകര സ്വപ്നങ്ങൾ കാണുന്ന ആളുകളുണ്ട്. ചിലപ്പം കൊലപാതകങ്ങളായിരിക്കാം, അതിൻ്റെ രക്തക്കറകൾ, അങ്ങനെ ചിലത് ഭയപ്പെടുത്തുന്ന പ്രേതങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ആത്മാക്കളുടെ ആയിരിക്കാം. അപ്പോൾ ചില സമയത്ത് ഞെട്ടി എണീക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ആത്മാവ് വന്ന് കയറിയതാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? അതായത് ആത്മാക്കളുടെ ഒരു, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇതിനെല്ലാം നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്നതും എന്ന് കേട്ടിട്ടുണ്ട്. ഈ സ്വപ്നത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആത്മാക്കൾ കയറുമോ? മനസ്സിൻ്റെ ഒരു തലമാണല്ലോ സ്വപ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ തലത്തിലേക്ക് മറ്റൊരു മനസ്സിന്, ഒരു മനോന്മയ കോശത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സ്വപ്നത്തിൽ കൂടെ ഒരു കാര്യം പറഞ്ഞു തരാനൊക്കെ പറ്റും. അത്തരത്തിലുള്ള എൻറ്റിറ്റീസിന് ചിലപ്പോൾ അതിനൊക്കെ സാധിച്ചു എന്ന് വരാം. പക്ഷെ അവർക്ക് നമ്മളിലേക്ക് കടന്നു കയറാനൊന്നും പറ്റില്ല.
കാരണം ഈ നമ്മുടെ ഈ ശരീരവും മറ്റ് കോശങ്ങളും, അതായത് അന്നമയ കോശം മുതൽ വിജ്ഞാനമയ കോശം വരെയുള്ള കോശങ്ങളുടെ പാസ്വേഡ് അത്ര എളുപ്പത്തിൽ അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോരാവുന്ന ഒരു സംഗതിയല്ല. അങ്ങനെ ബ്രേക്ക് ചെയ്തൊരു സംഗതി അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ സിസ്റ്റത്തിനകത്ത് പിഴവുണ്ടെന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തന്നെയാണ് കുഴപ്പം. ആ കുഴപ്പം പരിഹരിക്കാതെ ഈ വന്ന സാധനം മാറ്റിയാലും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ കുഴപ്പം എന്താണെന്ന് കണ്ടെത്തിയത് മാറ്റുള്ളേ ആവശ്യമുള്ളൂ. ഇപ്പം സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു അശുഭകരമായ സ്വപ്നത്തെ നമ്മളുടെ കാഴ്ചയിൽ അശുഭകരമായിട്ട് തോന്നിയാലും അതിൻ്റെ വ്യാഖ്യാനം ചെയ്തു വരുമ്പോൾ അത് ശുഭകരമായ സ്വപ്നമായിരിക്കും. അത് മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ട് നേരത്തെ. അവരെഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ അതുപോലെ ഫോളോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളെ തന്നെ നമ്മൾ പലപ്പോഴും നിയന്ത്രിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളൊരു അവസ്ഥ കഴിയുമ്പോഴത്തേക്ക് ആ സ്വപ്നത്തിൽ നമ്മൾ തന്നെ അത് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് ഏതെങ്കിലും ഒരു അവസ്ഥയാണോ? അതാ ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഭൗതികമായിട്ട് സംഭവിക്കുന്ന പോലെ തന്നെ ഉള്ള അനുഭൂതികൾ നമുക്കുണ്ടാവും. ഇപ്പോൾ സ്വപ്നത്തിൽ ചില സ്ഥലങ്ങൾ നമ്മൾ നേരത്തെ അതായത് ചില സ്ഥലങ്ങൾ നമ്മൾ എത്തിപ്പെടുമ്പോൾ ഇത് നമ്മൾ നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ട്, സ്വപ്നത്തിലാകാം എവിടെയോ കണ്ടിട്ടുണ്ട് എന്നറിയാം. ഇപ്പോൾ അതിനെ ദേജാവു എന്നും വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് ആസ്ട്രൽ ബോഡി ട്രാവൽ ചെയ്യുന്നതാണ്. അത് സ്വപ്നമായിട്ടല്ല അതിന് ബന്ധം. നമ്മൾ ഉറങ്ങുമ്പം ഈ ഫിസിക്കൽ ബോഡി അവിടെ ഇട്ടിട്ട് ആസ്ട്രൽ ബോഡി ട്രാവൽ ചെയ്യും. ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് ട്രാവൽ ചെയ്യും. ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ കണ്ടുപോരും. ആ കണ്ട കാര്യങ്ങൾ പിന്നീട് ഫിസിക്കലി റിപ്പീറ്റ് ചെയ്യും. അതായത് ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് പ്രസൻറ്റായി മാറുന്ന സമയത്ത് ഇത് മുന്നേ കണ്ടതാണല്ലോ എന്നൊരു ഫീൽ വരും. അതാണ് ദേജാവു. ഈ ടെലിപ്പതി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ ഓർത്ത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവരിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ആളായിട്ട് നമ്മൾ സംസാരിക്കുന്നതായിട്ട് ഓർത്ത് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ അവരുടെ സ്വപ്നത്തിൽ നമുക്ക് കയറിപ്പറ്റാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അതിനകത്ത്. ഒരാളുടെ മനസ്സിലേക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത്രയും ആലോചിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. ഏതാനും ഒരു മിനിറ്റുകൾ കൊണ്ടൊക്കെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സ്വപ്നത്തിൽ പോകാതെ തന്നെ കഴിയും. പറ്റും. അതെങ്ങനെയാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ആളും നമ്മളും തമ്മിലുള്ളൊരു തലമാണത്. എല്ലാവരോടും പറ്റില്ല. ആ നിൽക്കുന്ന ആളും നമ്മളൊരു തലമാണെങ്കിൽ നമുക്ക് വിത്തൗട്ട് നമ്മൾ സംസാരിക്കാണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങളോട് ഇരിക്കുകയാണെന്ന് വയ്ക്കുക. ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ഗുരുനാഥനോട് ഇരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരസ്പരം നോക്കിയാൽ മതി. നിങ്ങൾ പോലും മനസ്സിലാവാതെ കമ്മ്യൂണിക്കേഷൻ നടക്കും. രണ്ടുപേർക്കും പക്ഷെ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും, അല്ലെങ്കിൽ ആ ശക്തിയിലേക്ക്. എല്ലാം ഒരുതരം ഫ്രീക്വൻസി മാച്ചിങ് അല്ലേ. ഇപ്പോൾ അങ്ങക്ക് ആ ഒരു ശക്തിയുണ്ട് എന്ന് കരുതുക. അപ്പോൾ എനിക്ക് ആ ശക്തിയില്ല, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. പറ്റില്ല. നിങ്ങളുടെ ട്രാൻസ്സീവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലല്ലോ. പറ്റുന്നുണ്ട്, ഞാൻ അയക്കുന്നുണ്ട്, നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ള സാധനമില്ല, അല്ലെങ്കിൽ അത് ട്യൂണിങ് കറക്റ്റ് അല്ല, അപ്പോൾ പറ്റില്ല. ഇത് ട്യൂൺ ചെയ്തെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഏത് തലത്തിലാണ്? ഇപ്പോൾ ധ്യാനമാണോ അതോ മറ്റെന്തെങ്കിലും സിദ്ധിയാണോ പ്രാക്ടീസ് ചെയ്യേണ്ടത്? എന്തും അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കൽ തന്നെയാണ് അതിൻ്റെ ധ്യാനം എന്ന് പറയുന്നത്. എന്തിനെപ്പറ്റി ചിന്തിക്കുന്നോ അതായി തീരും. ശ്രദ്ധ നന്നായി കൊണ്ടുവരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധ കൂടുതൽ കൊടുക്കുമ്പോൾ അവിടെ നന്നായി വരും. അതിനുവേണ്ടി ഇപ്പം നമുക്ക് മൊബൈൽ ഫോണും വാട്സപ്പും മെസ്സേജും ഉള്ള കാലത്ത് എന്തിനാണ് ഈ ടെലിപ്പതി? എന്തിനാണ്? എന്ത് കാര്യമാണ്? എത്രയും സമയം 8-10 വർഷം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് കളയുന്ന സമയം കൊണ്ട് ഒരു ഫോൺ വാങ്ങിയാൽ പോരെ? എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ആ സിദ്ധി ഉപയോഗിക്കാം. അത്രയും സമയം നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ ഒരു കാലത്ത് ഉണ്ടായതാണ്, നമുക്ക് ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതൊന്നുമല്ല. ഒരു കാലത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടായി. അതുണ്ടായി വന്നപ്പം കുറേ ആളുകളുമായിട്ട് നമുക്ക് സംസാരം ഇല്ലാണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് അവരുടെ പാസ്റ്റിലേക്കൊക്കെ പോകാൻ പറ്റും. ഈവൻ എന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊരു വിവാഹ ചടങ്ങിലുണ്ടായിരുന്നു നോക്കിയാൽ, ഞാനവിടെ ഇല്ലായിരുന്നു. 10 കൊല്ലം കഴിയുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നായിട്ട് നിങ്ങളെല്ലാവരും പറയും. അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. അങ്ങനെ തന്നെ പറയും. ഈ തന്ത്രശാസ്ത്രത്തിൽ സ്വപ്നം കാണുമ്പോൾ ഇപ്പോൾ അങ്ങ് പറഞ്ഞു, ഇപ്പോൾ മോശം സ്വപ്നങ്ങൾ പലതും നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ നമ്മൾ ചിലത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാവിലെ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണോ? എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു നാട്ടു പഴഞ്ചൊല്ല് പോലെ അങ്ങ് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഫലിക്കണം നിർബന്ധമൊന്നുമില്ല. സ്വപ്നങ്ങൾ ഫലിക്കാറുണ്ട്. ഈ ആസ്ട്രൽ ബോഡി ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തിരിച്ച്
പ്രസൻ്റ് ആകുമ്പോൾ ഫലിച്ചതായിട്ട് വരും. ഉം. അല്ലാതെ കാണുന്ന സാധാരണഗതിയിൽ അങ്ങനെ ഫലിക്കാറൊന്നുമില്ല. ഈ സ്വപ്നത്തിൽ ദേവതാ ദർശനം കിട്ടി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തായിരിക്കും? അത് ദേവതാ ദർശനം തന്നെ ആയിരിക്കുമോ, അത് അവരുടെ ഒരു ഹാലൂസിനേഷൻ സ്റ്റേജ് മാത്രമായിരിക്കുമോ? പറയാൻ പറ്റില്ല. ദേവതാ ദർശനം ഉണ്ടാകാം, സ്വപ്നത്തിലുണ്ടാവാം. സ്വപ്നത്തിൽ മന്ത്രങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും, മന്ത്രദീക്ഷകൾ കിട്ടാറുണ്ട് സ്വപ്നത്തിൽ. അത്തരത്തിൽ ദേവതാ ദർശനം ഉണ്ടാവാം. അങ്ങക്ക് ഇത്രയും നാളത്തെ അനുഭവത്തിനിടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് ദേവതാ ദർശനമാണോ അതോ മന്ത്രം വെച്ചാൽ ഞാൻ വാർത്താളി മന്ത്രം, മാലാമന്ത്രം അങ്ങനെ സ്വപ്നത്തിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആ വലിയ ആവർത്തി, നല്ല ഉച്ചാരണത്തിലത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഈ ജംഭേ ജംഭിനി നമ എന്നുള്ള അതൊക്കെ കേട്ടു. ചെറിയ പ്രായത്തിലാണ്, ഒരുപാട് വയസ്സുള്ളപ്പോഴല്ല, 10ാം ക്ലാസ്സൊക്കെ ആ സമയത്തൊക്കെയാണ്. അന്ന് ഇതെന്താണെന്നൊന്നും മനസ്സിലാക്കാനുള്ളൊരു ബോധോ വെളിവോ എന്നുള്ള കാലത്തല്ല. പക്ഷെ ആ വാക്കുകളിങ്ങനെ ഉള്ളിലിങ്ങനെ കിടന്നു. പിന്നീട് അത് വാർത്താളി മന്ത്രം കിട്ടിയപ്പോൾ മനസ്സിലായി, ഓ ഇതാണ് ഇത് കേട്ടോണ്ടിരുന്നത് എന്ന്. അപ്പോൾ അവിടെ പൂർവ്വജന്മത്തിൽ എവിടെയോ പോയി അതിനെപ്പറ്റി എന്തോ പഠിച്ചിട്ടുണ്ട്, അത് അല്ലെങ്കിൽ അത് ജപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നാണ്. ഇത് മനസ്സെന്ന് പറയുന്ന സാധനത്തിനകത്തെല്ലാം ഈ നമ്മുടെ വിജ്ഞാനമയ കോശം എന്ന് പറയുന്നതിനും മനോന്മയ കോശത്തിനുള്ള ഗുണം പഴയ പൂർവ്വജന്മത്തിലെ അറിവുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ വെച്ചിട്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. അത്തരത്തിൽ വന്നതാണിത്, ഒന്നാവാനേ സാധ്യതയുള്ളൂ. ഇതൊന്നും ഒരു വലിയ ഒരു സംഭവമല്ല. ഇപ്പോൾ ഈ മെൻ്റലിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ എന്തെല്ലാം ചെയ്ത് കാണിക്കുന്നു, അതെല്ലാം വെച്ച് നോക്കിയാൽ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അവരെന്തെല്ലാം ചെയ്യുന്നു ഇല്ലേ? അതെ. നിങ്ങളുടെ മൊബൈലിൻ്റെ പാസ്വേഡ് വരെ പറയുന്നില്ലേ? അല്ല, പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ സ്വപ്നത്തിൽ ദേവതാ ദർശനം കിട്ടി എന്ന് പറയുന്ന ആളുകളൊക്കെ പിന്നീട് മറ്റൊരു രീതിയിലേക്ക് ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ആത്മീയതയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളൊക്കെ ആത്മീയതയിൽ ഉയർന്നൊരു സന്യാസിയായിട്ടോ അല്ലെങ്കിൽ ഒരു ആൾദൈവമായിട്ടോ അങ്ങനെ, അതായത് ദൈവത്തിൻ്റെ ദാസനായിട്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറുന്നൊരു സാഹചര്യം, അതുവരെ കൊണ്ടുപോയൊരു സോഷ്യൽ ലൈഫ് തന്നെ ഇല്ലാതാക്കി മാറുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, യഥാർത്ഥത്തിലൊരു സത്യമാണോ അതൊരു ഹാലുസിനേഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നതാണ്? ശരിയായ ഒരു ആത്മാന്വേഷികളായിട്ടുള്ള ആളുകളൊന്നും നമ്മളീ പറയുന്ന പോലുള്ള എവിടെ ഇരുന്ന് തരാനൊന്നും തയ്യാറാവില്ല. അവരൊന്നും കിട്ടില്ല അങ്ങനെ. കാരണം ഏറ്റവും ചുരുങ്ങി അവനവനിലേക്ക് ചുരുങ്ങുകയാണത്. അവനവനിലേക്ക് ചുരുങ്ങുന്ന ആളുടെ കൂടെ 1000 പേരും കൂടെ ഉണ്ടാവുമോ? ഇല്ല. ഇത്രേ ഉള്ളൂ അതിൻ്റെ പരിപാടി. ഇത് പുറമേ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ പുറമേ കാണിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. അങ്ങനെയുള്ളവർ പുറമേക്കാണ് പോകുന്നത്, അവരകത്തേക്ക് ചുരുങ്ങല്ല. അകത്തേക്ക് ചുരുങ്ങുന്ന ആളുടെ കൂടെ ആരും ഉണ്ടാവില്ല, പ്രയോജനം ഉണ്ടാവില്ല. വല്ലതും കിട്ടിയാലല്ലേ ആൾക്കാരുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ വെളി കിട്ടത്തുമില്ല. അങ്ങനെയുള്ള ആളുകൾ എണ്ണത്തിലും കുറവായിരിക്കും. പുറമേ കാണിക്കുന്നവരാണ് താല്പര്യം. ഈ ഇപ്പോൾ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്ത്രത്തിൽ പല സ്ഥലങ്ങളും പറഞ്ഞു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് നമുക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ നമ്മൾ എവിടേക്ക് പോകണമെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ തന്ത്രത്തിൽ തന്നെയാണെങ്കിൽ പഠിക്കണമെങ്കിൽ ഏത് ശാഖ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വപ്ന ദർശനങ്ങൾ അല്ലെങ്കിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ ലഭിക്കും? പല ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും ഉപദേശമായിട്ട് കിട്ടുന്ന എപ്പോഴും നല്ലത്. അനുഭവത്തിൽ നിന്നാണല്ലോ ഉപദേശം ഉണ്ടാകുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഗുരുപദേശത്തോട് കൂടിയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ്, ആ പരമ്പര നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അറിവുകൾ, ഇതൊക്കെ കിട്ടുന്നതാണ് നല്ലത്. അല്ലാതെ അതിന് പുസ്തകം എഴുതി വെച്ചിട്ടൊന്നുമില്ല എവിടെയും. ഇന്നതുപോലെ കണ്ടു, ഇന്നതുപോലെ ഫലിക്കുന്നൊന്നുമില്ല. കുറച്ച് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്ത്രഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അതുപോലെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇനി അത് പഠിച്ചതുകൊണ്ടാണോ ഇനി അങ്ങനെ കാണുന്നതെന്ന് അറിഞ്ഞുകൂടാ, ഇതുപോലെ തന്നെ കാണുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും അനുഭവത്തിലുണ്ട്, കാണുന്നു.